കണ്ണാ 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 തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകളൊന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. കണ്ണാ കണ്ണാ കണ്ണാ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ
दाक्ष्यं हेमाभं पीतवस्त्रं करकलितसन्देमपद्मं वराञ्जीं सर्वालनागसौगन्धिकलसत्कज पुरुविन्दमणिश्रेणी धूमबिम्बश्री नत्यारिरत्नच्छद शुद्धविद्यापुरागार ध्वजपङ्क्तिद्वयदिगन्धर सल्लापमाधुर्य विनिर्भसित कच्छति मन्दस्मितप्रभा पूरमञ्जत्कामे पट्टमन्त्रवलित्रया अरुणारुणकौसुम्भवस्त्रभासत्कटीतरि भानुद्वय विराजिता इन्द्रगोपविचित्तस्मरत्पूर्णाम्बचण्डिका गुणगुल्फाकूर्णप्रेष चक्रराजरधारूढ सर्वायुध परिष्कृत जयचक्ररधारूढ मन्त्रिणी परिसेवित गिरिचक्ररधारूढ ज्ञानविग्रह सर्ववेदान्त संवेद्य सत्यानन्द स्वरूपिणि लोकस्वरूपिणि प्रगति ब्राह्मणि ब्राह्मी ब्रह्मानन्दाबलि प्रिया भाषारूप बृहस्पतिदायिनि सप्तसन्ध सागर मेघला दीक्षितादति समनि सर्वलोकवशङ्करि सर्वार्थदात्री सावित्री सच्चिदानन्द स्वरूपिणि देशकाल परिचिन्न सर्वगा सर्वमोहिनि सरस्वती शास्त्रमयि मुखाम्बा गुकेरुमणि सर्वोपाधि निर्मुक्त सदाशिव पतिपद संप्रदाये
ശ്രദ്ധിക്കാം. നമ്മൾ ക്ഷേത്രം ആവാനുള്ള കാരണഭൂതനായ അതായത് പറയുന്നത് തന്നെ വേണം. ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ ചടങ്ങ് ക്ഷണിക്കുമ്പോൾ സമയത്ത് പൈസ ഇങ്ങോട്ട് തരിക ചെയ്തത് 40,000 രൂപ തന്നിട്ട് നമ്മൾ ആ ദേവീക്ഷേത്രത്തിന്റെ പാട്ട് പറയുന്ന തൂണിന്റെ മുകളിൽ സാറിന്റെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെപ്പോഴും സ്മരിക്കേണ്ടിയാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പേര് എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ക്ഷേത്രം രക്ഷാധികാരി ഭാസ്കരൻ മാഷ് ആദരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഐശ്വര്യമുള്ള കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പ്രതിഷ്ഠാ കർമ്മം. ഈ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തെ പോലെ തന്നെ അല്ലെങ്കിൽ പറശ്ശിനി മടപ്പുര ക്ഷേത്രത്തെ പോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കാനുള്ള ശക്തിയുള്ളൊരു വിഗ്രഹമാണ് അതിലുള്ളത്. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നൊരു ചെറിയ പ്രാർത്ഥന ചെയ്താൽ 100% അത് ഫലിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവത്തിൽ തന്നെ ബോധ്യമോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരനുണ്ട്. ഈശ്വരൻ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. പിന്നെ എന്തിനാ ക്ഷേത്രം നിർമ്മിക്കുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പം അറ്റോമിക് തിയറിയിൽ നിർവഹിച്ചു കഴിഞ്ഞു. നമ്മുടെ തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി
ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി ഈ സ്റ്റേജിൽ നിന്ന് ആ ഒരു കർമ്മം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മുടെ സുവനീർ കൈമാറിക്കൊണ്ട്, കൃഷ്ണജം എന്ന പേരിട്ടിരിക്കുന്ന സുവനീർ കൈമാറിക്കൊണ്ട് ആ കർമ്മം കൂടി നിർവഹിക്കുന്നതാണ്. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭക്തജനങ്ങൾക്കും ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. ഈ ക്ഷേത്രം വളരെ കാലം മുമ്പ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്ര ദർശനത്തിനായി വന്ന ഭക്തജനങ്ങൾക്കും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു വരികയാണ്. ഓരോ പഞ്ചായത്തിലും ക്ഷേത്രങ്ങൾ പുതിയ ക്ഷേത്രങ്ങളായി ആൾക്കാർ പുനരുദ്ധരിച്ച് വരികയാണ്. പക്ഷേ ക്ഷേത്ര ദർശനം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക എന്ന് ചോദിച്ചാലോ, നമ്മളുടെ ഒരു ശ്രീലകത്തെ ഒരു ചെയ്താൽ ആ ദേവന്റെ രൂപം പൂർണ്ണമായി നമ്മൾ മനസ്സ് കണ്ടുകൊണ്ട് വേണം നമ്മൾ ആ ദേവനെ സ്മരിച്ച് തൊഴാൻ. ഇന്നത്തെ സ്ഥിതി നോക്കുമ്പോൾ പല ക്ഷേത്രത്തിലും ദർശനത്തിന് പോകുന്ന ആൾക്കാർ നോക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ തിരുനടയിൽ നിന്നും പ്രദക്ഷിണം വയ്ക്കും. ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലുണ്ടാവും മൊബൈൽ ഫോൺ. ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ തൊഴുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നതിനോടുകൂടി നമ്മളുടെ ആ ഏകാഗ്രത നഷ്ടപ്പെടും. അപ്പം ഭക്തരായ എല്ലാ ജനങ്ങളോടും ഞാൻ പല സ്ഥലത്തുനിന്നും പറയുന്ന ഒരേ ഒരു വാക്കേയുള്ളൂ, നമ്മുടെ ക്ഷേത്ര അങ്കണത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് മൊബൈൽ ഫോണ് ഓഫ് ചെയ്യുക. ആ ഭഗവാൻ ശ്രീലോകത്ത് ഏതാണോ ഭഗവാൻ, ആ ഭഗവാന്റെ പൂർണ്ണരൂപം നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രദക്ഷിണം വെച്ച് തൊഴുതു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സുഖം ഉണ്ടാവും. അത് നമ്മളെല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് വളരുന്നതായ ചെറിയ പിഞ്ചു കുട്ടികളെ നമ്മളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ദർശനശീലം നമ്മൾ പ്രാബല്യമാക്കുവാൻ ശ്രമിക്കുക. കാരണം പിഞ്ചു കുട്ടികൾക്ക്, നമ്മുടെ ഹിന്ദുക്കളെ കുട്ടികൾക്ക് ശരിക്ക് ക്ഷേത്രത്തിൽ പോയി ഒരു ദർശനം നടത്താനോ അവിടുന്ന് ഭഗവാന്റെ തീർത്ഥം കഴിക്കാനോ പ്രസാദം വാങ്ങാനോ എങ്ങനെയാണെന്ന് അറിയാത്തൊരു സ്ഥിതിയാണ് വരുന്നത്. അപ്പം മാതാപിതാക്കളെ നമ്മളെ ചെറിയ കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്ര ആചാരങ്ങളും തൊഴേണ്ട രീതികളും ശ്രമിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ ഓരോ മന്ത്രങ്ങളെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ മന്ത്രങ്ങൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഫലം ഉണ്ടായിരിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് നമ്മളെ മൃത്യുഞ്ജയഹോമം കഴിച്ചാൽ രോഗശമനം ഉണ്ടാകുമെന്ന് പൂർവിക ആചാര്യന്മാർ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൃത്യുഞ്ജയഹോമത്തിൽ ഹോമിക്കുന്ന സാധനങ്ങളെ പേരാലും മൊട്ട്, ചിറ്റാമൃത്, കറുക, എള്ള്, പാല്, അവിസ്, പശുവിന്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ആയുർവേദത്തിലെ മരുന്നുകളാണ്. ഈ ആയുർവേദത്തിലെ മരുന്നുകളാണ് നമ്മൾ ഹോമാഗ്നിയിലേക്ക് ഹോമിക്കുന്നത്. അതും ത്രയംബക മന്ത്രത്തോടു കൂടിയാണ് ഹോമം ചെയ്യുന്നത്. ഈ ഹോമത്തിന് നമ്മളെ പച്ച തന്നെ ദ്രവ്യങ്ങൾ വേണമെന്ന് പറയാൻ കാരണം, ഈ കത്തിയ ഈ സാധനങ്ങൾ പുകയായി വന്നുകൊണ്ട് നമ്മളെ ശ്വാസോച്ഛ്വാസങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള വാതപ്പിത്ത കവങ്ങൾക്ക് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ മൃത്യുഞ്ജോമം കഴിച്ചാൽ രോഗശമനം ഉണ്ടാവും എന്ന് പറയാൻ കാരണം. ഓരോ മന്ത്രങ്ങളും ഉപയോഗിച്ചാൽ അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പൂർവിക ആചാര്യന്മാർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഇന്നേ മന്ത്രങ്ങൾ ഇന്നതിനു വേണ്ടി ഉപയോഗിച്ചോളും എന്ന് പറയാൻ കാരണം നമ്മളുടെ മന്ത്രസാധകത്തിൽ നമ്മൾ ഏകാഗ്രത എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം ആ മന്ത്രത്തിന് ശക്തി ഉണ്ടാകുമെന്ന് ഭക്തരായ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ക്ഷേത്രത്തിൽ നടത്തുന്ന ഓരോ പൂജാതി കർമ്മങ്ങളും
അതിൻ്റെതായ വിധിപ്രകാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ക്ഷേത്രത്തിൽ തന്നെ ശ്രീലോകം അടച്ച് പൂജ കഴിക്കുന്ന ആ പൂജയുടെ സമ്പ്രദായം പറയുകയാണെങ്കിൽ പ്രസന്ന പൂജയാണ്. ഈ പ്രസന്ന പൂജ കഴിഞ്ഞ് പുഷ്പാഞ്ജലി ഇത്യാദി കർമ്മങ്ങൾ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീലോകത്ത് നിന്നും പുറത്തേക്ക് തളിക്കുന്ന തീർത്ഥജലം ഭഗവാന്റെ പാദതീർത്ഥമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നദി ഗംഗേജ യമുനേജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം ഗുരു. ഈ നദികളെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ശംഖിലേക്ക് ആവാഹിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പാദതീർത്ഥം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷീശ്വരന്മാർക്കൊക്കെ തളിച്ചതിന് ശേഷമാണ് നമ്മുടെ നട തുറന്ന് ഭക്തജനഭ്യോ നമ എന്ന് പുറത്തേക്ക് തളിക്കുന്നത്. ആ ജലത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ നട തുറക്കുന്ന സമയത്ത് ഭക്തരായ നമ്മൾ ശിരസ് ആ തീർത്ഥം നമ്മളുടെ ശിരസിലേക്ക് പതിക്കണമെന്നാണ് പറയുന്നത് ആചാര്യന്മാർ. ആ ശിരസിലേക്ക് പതിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടും. അതേപോലെ ക്ഷേത്രാങ്കണങ്ങളെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നാമജപം മാത്രം ക്ഷേത്രാങ്കണത്തിൽ നമ്മളെ പരിപാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശൃംഖലകൾ കൂട്ടിച്ചേർത്തതാണ്. അപ്പം ആദ്യമായി നമ്മൾ ക്ഷേത്ര ദർശനം എന്താണെന്നോ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ എന്താണോ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടും. അതേപോലെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ആ ശ്രീകോവിലുള്ള ദേവന്റെ പൂർണ്ണമായ രൂപം നമ്മൾ മനസ്സിൽ കാണുക. എന്നോട് പല ആളും ചോദിക്കാറുണ്ട് ക്ഷേത്രത്തിൽ അവിടെ എന്താണ് പ്രതിഷ്ഠ എന്ന്. അപ്പം നമുക്ക് അവിടുത്തെ പ്രതിഷ്ഠ എന്താണ് എന്ന് അറിയില്ലെങ്കിൽ അവിടുത്തെ മേശാന്തിയോടോ കമ്മിറ്റിയോടോ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഭഗവാന്റെ പൂർണ്ണമായ രൂപം നമ്മൾ മനസ്സിൽ കാണാം. ഇപ്പം വിഷ്ണു ഭഗവാന്റെ രൂപമാണെങ്കിൽ ശംഖുചക്രഗദാപത്മം ധരിച്ച ഭഗവാൻ, വേണുഗോപാലനാണെങ്കിൽ ആ ഓടക്കൊലി വിളിച്ചിട്ടുള്ള കൃഷ്ണൻ, ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉമാമഹേശ്വരൻ, ഇങ്ങനെ പല പ്രതിഷ്ഠകളുണ്ട്. അപ്പം ഏത് ക്ഷേത്രത്തിലെത്തിയാലും അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ ക്ഷേത്ര ദർശനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടും. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓം നമഃശിവായ. എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇന്ന് ഇദ്ദേഹം നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉച്ചയ്ക്ക് വന്നപ്പോൾ മനം കുളിർക്കുന്ന ഒരുപാട് രംഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഞാൻ അശ്വതി, നമ്മുടെ വാർഡ് മെമ്പറായ അശ്വതിയോട് എൻ്റെ മനസ്സിലെ ഈ ഹൈന്ദവ വിശ്വാസം, മുസ്ലിം വിശ്വാസം, അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഹിന്ദു മതവിശ്വാസികൾക്കും നമ്മളെ പള്ളികള് മുസ്ലിം മതവിശ്വാസികൾ എന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. അശ്വതിയോട് എനിക്ക് അവിടെ വരാൻ പറ്റുമോ എന്നാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. അതിനുള്ള ഒരു നല്ല ഒരു മറുപടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷൈജിയിൽ നിന്നും ഇന്ന് എനിക്ക് അനുഭവിക്കാൻ അറിഞ്ഞത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരുമായി റോഡിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒരു സഹോദരിയായി ഈ ക്ഷേത്രത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്നത് നന്മ മാത്രമാണ്, നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നത്. പക്ഷെ നമ്മൾ മതവിശ്വാസികളായ നമ്മൾ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. നമ്മളെ ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങളായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതിൽ ഊന്നിക്കൊണ്ട് ഇന്നിവിടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏകദേശം 16-ാം തീയതി മുതൽ നടന്നു വരുന്നുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലിങ്ങളെ ഒരു ഒരു സാഹോദര്യത്തിന്റെ നന്മയുടെ വിത്തുകളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി സീന മാണിയത്തിനെ ക്ഷണിക്കുന്നു.
അതിലാണ് നമ്മളിപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി മക്കൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം സ്നേഹിക്കാതിരിക്കുകയാണ് അവർ ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റക്കായി എന്ന് നമ്മുടെ മനുഷ്യ മനസ്സിനെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഈ കുരങ്ങല്ലേ, അപ്പോൾ അത് അരുതാതായിട്ട് പലതും നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മമെടുത്താൽ നമ്മൾ ഒറ്റപ്പെടുത്തുകൾക്ക് അത് നമ്മൾ സഹിക്കേണ്ടതാണ്. അത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചോ എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടതാണ്. അതിനാണ് നമ്മുടെ മഹത്തായ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കഥകൾ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിനൊക്കെ നിങ്ങൾ ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മഹത്തായ നമ്മുടെ കണ്ണനുണ്ടല്ലേ. കണ്ണനെ നിങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടണം എന്നാണ് കണ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ആലോചിക്കുക, നമുക്കൊക്കെ നമ്മുടെ സങ്കടങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ കണ്ണനെ പറ്റി ചിന്തിക്കൂ. ആ ഭഗവാൻ ജനിച്ചതേ തന്നെ കാരാഗ്രഹത്തിലാണ്. ജനിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മേനെയും വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോയി. അവിടുന്ന് 13-12 വയസ്സ് വരെ ആകുമ്പോഴേക്കും അവിടുന്ന് പറയുന്നു, ഇത്ര നാളും കൂടെ പൊന്നേ കണ്ണേ കരളേ എന്ന് താൻ ജീവിച്ച തൻ്റെ ഗോകുലവും ഒന്നും തൻ്റേതല്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ആരോടും യാത്ര പറയാൻ പോലും പറ്റാതെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താണ് പോകുന്നത്? പിന്നെ പോകുന്നത് അമ്മാമൻ എന്ന് പറയുന്നത്, അമ്മാമനെ കൊല്ലേണ്ടി വരിക, എന്നിട്ട് ആ ഒരു തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ജയിലിൽ നിന്ന് രക്ഷിക്കുക, എന്നിട്ട് അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുക, ചിന്തിച്ചു നോക്കുക, ഭഗവാന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് നമ്മൾ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നത്. എന്നിട്ട് എന്താണ്, അദ്ദേഹം പോവുകയാണ്. പോയിട്ട് പാണ്ഡവന്മാരെ, സഹോദരി പുത്രന്മാരായ പാണ്ഡവന്മാരെ സഹായിക്കുകയാണ്. ഏറ്റവും വലിയ മഹായുദ്ധത്തിന് സാക്ഷിയാകുകയാണ് അദ്ദേഹം. ഭഗവാൻ കൃഷ്ണനുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മഹാഭാരത യുദ്ധം ജയിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അത്രയും തിന്മ നിറഞ്ഞ ഒരു 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 സമൂഹത്തിനെ അതിന് തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം, അതേപോലെയുള്ള യുദ്ധമല്ലേ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. ഈ നന്മ തിന്മ തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ നന്മയെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ സമയം നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിലേ മാത്രമേ നമ്മുടെ മനുഷ്യ ജന്മത്തിൽ നമുക്ക് വിജയമുണ്ടാകുള്ളൂ. കാരണം അമ്മ, പെങ്ങൾ, സഹോദരിമാർ ഇവരൊക്കെ ഉണ്ടായ നമുക്ക് എന്തോരം ധനം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഓർക്കുക, നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒക്കെയും അവിടെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കൊണ്ടുപോകുന്നത് നമ്മുടെ കർമ്മവും നാം ചെയ്ത നാമജപവും മാത്രമാണ്. അപ്പോൾ സനാതനധർമ്മ വിശ്വാസികളായ ഏവരടുത്തും ഞാനൊരു കാര്യം പറയാനുള്ളത്, നാം സനാതനധർമ്മ വിശ്വാസികൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുകയാണ്. കാലത്ത് എഴുന്നേറ്റ് നമ്മൾ സ്നാനം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂമി മാതാവിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടിയല്ലേ നടക്കുന്നത്. അപ്പോൾ ഭൂമി മാതാവിനെ നമ്മൾ സ്മരണം ചെയ്യുകയാണ്, നമ്മുടെ ഇഷ്ടദേവനെ സ്മരണം ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്നാനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മധാരണം ചെയ്യുകയാണ്. നമ്മൾ ദീപം തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള എന്തോ വിഷ്ണു സഹസ്രനാമമായാലും ശരി, ലളിതാ സഹസ്രനാമമായാലും ശരി, നമ്മളേവരും അത് പാരായണം ചെയ്യുക. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് എന്താണ് ഗുണം എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവ കഥ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഭയങ്കര സങ്കടങ്ങളായിരുന്നു. കാരണം അവരുടെ
ഹസ്ബൻഡ് എന്ന് പറയുന്നത് മഹാകുടിയനായിരുന്നു. അവർക്ക് 2 മക്കളാണ്. ഭയങ്കരമായ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ അമ്മേൻ്റെ അടുത്ത് നമ്മുടെ ഗുരുനാഥൻ പറയുകയാണ്, അമ്മേ നിങ്ങൾ ലളിതാ സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യൂ. അപ്പോൾ നമ്മൾ മലയാളികളാണ്, നമുക്കൊരു ഇതുണ്ടാവും, ഇത് പാരായണം ചെയ്താൽ എൻ്റെ സങ്കടം കുറയോ, ആ ഒരു സംശയത്തോടു കൂടിയാണ് ആ അമ്മ ചോദിച്ചത്. എങ്കിലും ആ അമ്മ ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ സംശയമില്ലാതെ കാലത്ത് എഴുന്നേറ്റ് ഈ ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യൂ എന്ന് പറയുകയാണ്. ആ അമ്മ അനുസരിക്കുകയാണ്. അങ്ങനെ അമ്മ ഒരു മാസത്തോളം ഈ പാരായണം ചെയ്യുകയാണ്. പിന്നെ ഈ 1 മാസം 2 മാസമായി, 2 മാസം 3 മാസമായി, ഈ 1 വർഷത്തിനുള്ളിൽ ഈ അമ്മയുടെ ഹസ്ബൻഡ് കള്ളുകുടി നിർത്തുകയാണ്. അവരുടെ മക്കള് ഒക്കെ നല്ല നിലയിൽ ഇപ്പോൾ ഒരു മകൻ ഇപ്പോൾ ഷിപ്പിൽ കയറി, ഒരു മകൻ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ കയറി. ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഗുരുനാഥ, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല, എങ്കിലും ഗുരുനാഥൻ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് അത്രയും സങ്കടങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ആ ലളിതാ സഹസ്രനാമം ഒരു ദിവസം പോലും വിടാതെ ജപിച്ചുകൊണ്ടേയിരുന്നു. കാരണം അത് വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയ്ക്കും മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോ അമ്മമാരുടെ അടുത്തും ഓരോ സ്ത്രീകളുടെ അടുത്തും ഞാൻ പറയാറുണ്ട്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യൂ എന്ന്. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഏവർക്കും പറഞ്ഞു തന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏവരും ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ദിവസവും പാരായണം ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊരു സ്പന്ദിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ സ്പന്ദനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കഥ പറയുന്നതിൻ്റെ കാരണം എന്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഭഗവാനോട് സങ്കടങ്ങൾ പറയാൻ മാത്രമാണ്. അയ്യോ ഭഗവാനെ അത് ചെയ്യണേ, അയ്യോ ഭഗവാനെ ഇത് ചെയ്തേണേ, ഭഗവാനോട് സങ്കടങ്ങളും പരാതികളുടെ കെട്ടുകളും ഒക്കെ നിങ്ങൾ അയക്കുകയാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സ് ചിന്തിക്കുക, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കണ്ണനാക്കി മാറ്റിയത് പൂന്താനാണല്ലേ. അപ്പോൾ നമ്മൾ ഭക്തിയിൽ നമ്മുടെ ഏറ്റവും വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തി എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിരിക്കണം. ഒന്നും നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങൾ സ്മരിക്കുമ്പോൾ, ഓരോ നിമിഷവും നിങ്ങൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഭഗവാൻ ആ രൂപത്തെ നിങ്ങൾ ഓരോ നിമിഷവും ഇങ്ങനെ ആർജിച്ചിട്ട് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുക. ആ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ സങ്കടങ്ങളായാലും നിങ്ങളുടെ സന്തോഷമായാലും വിഷമായാലും ദേഷ്യമായാലും എന്ത് തന്നെയായാലും നിങ്ങൾ ഭഗവാന് സമർപ്പണം ചെയ്യുക എന്നാണ്. അപ്പോൾ ആ സമർപ്പണ മനോഭാവം വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എന്ത് സങ്കടങ്ങളാണ് വിഷമങ്ങളും നിങ്ങൾ സമർപ്പണ മനോഭാവം ചെയ്ത് ശീലമാകുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം വരുന്നത് കാണാം. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴേ അത് ഇങ്ങനെ മാറ്റി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഭഗവാന്റെ ശക്തി ഇല്ലായ്മയല്ല, നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മൾ ഭഗവാനോട് അകന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീരാൻ പറ്റാതെ. നമ്മൾ എപ്പോഴും പറയും, അയ്യോ ഞാൻ എത്രയോ കാലമായില്ലേ അവിടെ പോന്നു, പക്ഷെ ഇപ്പോഴത്തെ ഭഗവാനൊന്നൊരു ശക്തിയില്ല എന്ന് പറയുന്ന പല അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രാർത്ഥനയില്ല ശക്തിയില്ലായ്മയാണ് അപ്പം നമുക്ക് ഭഗവാനോട് എത്തിച്ചേരാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഭഗവാനോട് ശക്തിയിൽ പ്രാർത്ഥന വേണമെന്ന് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങളിൽ അങ്ങോട്ട് പറയല്ല വേണ്ടത്, ഭഗവാനെ ഇതൊക്കെ വേണം, എനിക്ക് അതൊക്കെ വേണം, എനിക്ക് നന്മ ഉണ്ടാവുമെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇതുകൊണ്ട് എനിക്ക് നന്മ വരുമെങ്കിൽ നീ എനിക്കത് ചെയ്തു തരണം എന്ന് അങ്ങനെ നിങ്ങൾ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. കാരണം നിങ്ങൾ ആലോചിക്കുക, കുറൂരമ്മ എന്ന് പറഞ്ഞ ഒരമ്മ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയും ഒറ്റപ്പെടുത്തി ഭ്രാന്തി എന്ന് ചുട്ടുകുത്തിയ ആ അമ്മയുടെ അടുത്താണ് ഗുരുവായൂരപ്പൻ കണ്ണനായി പോയിട്ട് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു അമ്മയുടെ ആ ഒരു സങ്കടങ്ങളും ഒക്കെ
ഒക്കെ മാറ്റി അമ്മയും ആ ഗുരുവായൂരപ്പനും തന്നുള്ള ഒരു 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 ബന്ധം അങ്ങനെ ഇന്ന് നമ്മളൊക്കെ പുകഴ്ത്താൻ കാരണം ആ അമ്മയുടെ അചഞ്ചലമായ ഭക്തിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ആളും ഗുരുരമ്മയാകുക, ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുക. അല്ലാതെ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അമ്പല ദർശനങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ശക്തിയല്ലേ, അപ്പോൾ ആ ശക്തികൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് വിശ്വസിക്കുക. അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഹ്ലാദനെ കണ്ടില്ലേ? പ്രഹ്ലാദനെ ഹിരണ്യകശിപു എത്രയോ പ്രാവശ്യം എന്തിൻ്റെയൊക്കെ മേലെ നിന്ന് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ആ പ്രഹ്ലാദൻ എന്ന കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും, എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഭക്തി, അചഞ്ചലമായ ഭക്തി കാരണം ആ ഒരു തൂണിൻ്റെ മുകളിൽ നിന്ന് ഭഗവാൻ നരസിംഹമായി വരാൻ നിർബന്ധിതനായേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭക്തനെ ഇത്രയും നീചമായി ക്രൂരമായി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ ഭഗവാനെ ആ പിഞ്ചു കുഞ്ഞ് പ്രത്യക്ഷപ്പെടുത്താമെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അത്രയും അചഞ്ചലമായ ശക്തമായ ശക്തിയെ നമ്മൾ ആരും തിരിച്ചറിയാതെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്കതില്ല, എനിക്കിതില്ല, ഇല്ല എന്ന ഒരു വാക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനമാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത്, അയ്യോ ഭഗവാനെ എനിക്കത് തരണം, എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എനിക്കത് തരണം. ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയും കാലമായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ആ കാര്യം കിട്ടണില്ല എന്ന് പറയുന്നുണ്ടാവും. ചിലവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് ആ ജോലി തുടരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ചിലപ്പോൾ ആ ജോലിയിൽ ഉണ്ടാകാം നിങ്ങൾക്ക് വലിയ കഷ്ടങ്ങളോ എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട് ഭഗവാൻ അത് തടുത്തു നിർത്തുന്നതാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ ഭഗവാനെ കുറ്റപ്പെടുത്തുക, അയ്യോ ഭഗവാനെ നീ അത് എന്നോട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറയാതെ, ഭഗവാനെ ഇതാണോ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളൊക്കെ നമ്മുടെ മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ബാലൻസ് ഷീറ്റാണ്. അത് നമ്മൾ ഏവരും ചിന്തിക്കുക. ഈ കർമ്മത്തിൽ നിന്നും നമ്മുടെ കർമ്മഭാരം തീരാൻ വേണ്ടിയിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഈ കർമ്മഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കും. കാരണം നമ്മൾ ഒരു മനുഷ്യജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവത്തിൽ പറയാണ്, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് വളരുമ്പോൾ അപ്പോൾ ആ കുഞ്ഞിന് ആ ഗർഭപാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത്യുഷ്ണമായ ചൂടും ഈ നമ്മൾ ആ വേസ്റ്റൊക്കെ നമ്മൾ കുഞ്ഞ് അതിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൃമികളുടെ കടിക്കൊക്കെ കൊണ്ട് ആ കുഞ്ഞ് നിലവിളിക്കും അത്രേ, അല്ലയോ ഭഗവാനേ ദയാനിധിയെ അവിടുന്ന് എന്നെ ഒന്ന് രക്ഷിച്ചാലും ഈ ചൂടിൽ നിന്നും ഒന്ന് എന്നെ രക്ഷിക്കൂ എന്ന് ഓരോ കുഞ്ഞും ഭഗവാനോട് കരഞ്ഞു പറയത്രേ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ട് ഭഗവാൻ ഒരു സമയമാകുമ്പോൾ കുഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ഭഗവാനോട് വാഗ്ദാനം കൊടുക്കത്രേ, ഭഗവാനെ ഞാൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ കർമ്മങ്ങൾ നിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ട് ഞാൻ നിൻ്റെ വാക്ക് ഞാൻ പാലിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞ് വെളിയിലേക്ക് വരികയാണ്. കുഞ്ഞ് വെളിയിൽ വന്നിട്ട് ഏകദേശം ആ കുഞ്ഞിന് ഒരു 5 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഈ മായയിൽപ്പെട്ടിട്ട് നമ്മൾ അതിൻ്റെ അച്ഛനമ്മമാരായിപ്പെട്ടിട്ട് അവനോട് ഇതെൻ്റെ കാര്യമാണ്, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇത് എൻ്റേതാണ്, ഇത് നിൻ്റേതാണ്, ഞാൻ എന്ന ബോധം ആ കുഞ്ഞിലേക്ക് നമ്മൾ തള്ളിക്കയറ്റുകയും അവസാനം ആ കുഞ്ഞ് എന്ത് ചെയ്യാണ്, നമ്മൾ ഭഗവാനോട് നമ്മൾ വാക്ക് കൊടുത്ത് വന്നിരിക്കുകയാണ് എന്ന ആ വാക്ക് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ ഈ വാക്ക് മറന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ മായയുടെ പിന്നാലെ പോവാണ്. അങ്ങനെ പോയി
ആർക്കും അമ്മയ്ക്കും സഹോദരിക്കും ഉണ്ണാൻ പോലും കൊടുക്കണില്ല. അഗ്നിസാക്ഷിയായി ഒരു ഭാര്യയെ കാണാൻ പോലും ചിലവർ ആഗ്രഹിക്കണില്ല. ഇങ്ങനെ ആൾക്കാർ പണം അത് ഇത് എന്ന് പറഞ്ഞാൽ ഈ മായയിൽ പെട്ട് 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 അവസാനം അവർക്ക് മരണം വരുമ്പോൾ അവർക്ക് ഒന്നും തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുഗങ്ങളിൽ ഏറ്റവും പ്രധാനവും നല്ലതും കലിയുഗം എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ കലിയുഗത്തിൽ നാം നാമജപം ചെയ്താൽ മാത്രം മതി. നാം എത്രയോ നാമജപം ചെയ്യുന്നു അത്രയും നമുക്ക് നമ്മുടെ കർമ്മദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ അമ്മമാരൊക്കെ നാമജപം ചെയ്യാറുണ്ടോ? നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? കുഞ്ഞുമക്കളൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. ശരി, ഇതുവരേക്കും നാമജപം ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് കൃത്യമായി നാമജപം ചെയ്യുക. നിങ്ങൾ കാലത്തെ ആയാലും വൈകുന്നേരം ആയാലും നിങ്ങളുടെ നാമജപം കൃത്യമായി ചെയ്യുക. ചിലപ്പോൾ പറയും ഈ നാമജപം ചെയ്തിട്ട് ഇരുന്നാൽ മതിയോ, എനിക്ക് സ്വകാര്യങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഗൃഹത്തിലെ ഞാനൊരു നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മ കാലത്ത് എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം നമ്മൾ ഇഷ്ടദേവനെ സ്മരിക്കുക, ഭൂമിദേവിയെ സ്മരിക്കുക, നിങ്ങൾ സ്നാനം ചെയ്യുക, ദീപം തെളിയിക്കുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും സഹസ്രനാമങ്ങൾ ജപിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വകർമ്മത്തിലേക്ക് നിങ്ങൾ വ്യാപിക്കുക. ആ സ്വകർമ്മം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സായങ്കാലങ്ങളിൽ നിങ്ങൾ സ്നാനം ചെയ്തതിന് ശേഷം നിങ്ങൾ ദീപം വീട്ടിൽ തെളിയിച്ചതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും നാമജപം ചെയ്യിക്കുക. അതൊരു നാമജപം അറിയില്ലെങ്കിൽ വെറും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് കലിയുഗത്തിൽ നമ്മളെ ജപിക്കേണ്ട ഏറ്റവും മഹാമന്ത്രമാണെന്നാണ് പറയണത്. അപ്പോൾ ഏവരും ശക്തമായിട്ട് ഈ ഒരു നാമജപം ചെയ്യുക. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം. കാരണം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് എന്താ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്നത്, അയ്യോ ഇത് ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്നതാണ് ഓരോരുത്തർക്കും ഇഷ്ടം. പക്ഷേങ്കിൽ ഞാൻ പറയുന്നു, സനാതനധർമ്മത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് നമ്മുടെ തലമുറയെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ന്യായമായ കാര്യങ്ങൾ അച്ഛനമ്മമാർ പകർന്നു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പകർന്നു കൊടുക്കാൻ ഈ അച്ഛനമ്മമാർക്കും അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് വരും. പക്ഷേങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി കൃത്യമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ നാമജപം ചെയ്യുക എന്നത് ഓരോ അമ്മമാരുടെയും നമ്മുടെ കർത്തവ്യമാണ്. ഇതിനെ ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥയിൽ കൂടി മാത്രമേ നമുക്ക് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ മഹാഭാരതത്തിൽ 2 അമ്മമാരുണ്ട്, 2ഉം സ്ത്രീകളാണ്. അപ്പോൾ ഒന്ന് കുന്തി ദേവിയും ഒന്ന് ഗാന്ധാരിയും. കുന്തി ദേവി എന്താണ് ചെയ്തത്? തൻ്റെ ഭർത്താവ് മരിച്ചു എങ്കിലും തൻ്റെ 5 മക്കളെ വളർത്തി, അവരെ സത്പുത്രന്മാരാക്കി വളർത്തി അല്ലേ. അപ്പോൾ ഗാന്ധാരി എന്താ ചെയ്തത്? അപ്പോൾ ഗാന്ധാരി തൻ്റെ ഭർത്താവിന് കണ്ണ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കണ്ണുകൾ സ്വയം മൂടിക്കെട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണോ വേണ്ടത്? അല്ല. അപ്പോൾ തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം പോലും സ്വയം ഏറ്റെടുത്തിട്ട് തൻ്റെ മക്കളെ വളർത്തി അവരുടെ തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അമ്മ ഈ കണ്ണുകൾ മൂടിക്കെട്ടി തൻ്റെ മക്കൾ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തവും അതൊക്കെയും ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് അവരെ ഒരു ദുർഗുണന്മാരായി വളർത്തിയതാണ് കൗരവരായി മാറിയത് അല്ലേ. ഈ കൗരവർ കാരണമാണ് ഒരു സ്ത്രീ, നിങ്ങൾ നോക്കുക, ഒരു സ്ത്രീയെ
ഇത്രയും സഭാമധ്യത്തിൽ വെച്ച് അപമാനിക്കുക എന്ന് പറഞ്ഞ കൊടും ക്രൂരത ചെയ്തത് കൗരവന്മാരാണ്. ആലോചിച്ചു നോക്കുക, ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏവരും റെസ്പെക്റ്റ് ചെയ്യണം, അവളെ പൂജിക്കണം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സനാതന ധർമ്മത്തിലെ ഏറ്റവും മഹത്തായ ഇതാണ് എന്ത് വെച്ച് കഴിഞ്ഞാൽ നവരാത്രി എന്ന് പറഞ്ഞില്ലേ. ഈ നവരാത്രിയിൽ എന്താണ് പറയുന്നത്? ഒരു സ്ത്രീകൾ എന്നും പൂജിക്കപ്പെടേണ്ടവളാണ്. അവള് അമ്മയാണ്, സഹോദരിയാണ്. ആ അമ്മയും സഹോദരിയും മകളുമായിട്ടുള്ള അമ്മയെ നമ്മൾ വലിച്ചിറക്കുകയോ അല്ലെ സഹോദരിയെ വേദനിപ്പിക്കുകയോ ഭാര്യയെ അടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ദേവിയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്. കാരണം ഈ നവരാത്രിയിൽ നമ്മൾ സ്ത്രീ പൂജ, നാരീ പൂജയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ നാരീ പൂജ ചെയ്ത് നമ്മുടെ ഓരോ തലമുറയും സ്ത്രീകൾ എന്നും പൂജിക്കപ്പെടേണ്ടവളാണ്. അവളെ നിങ്ങൾ എന്നും ബഹുമാനിക്കുക എന്ന് നമ്മളെ പറയാതെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സനാതന ധർമ്മത്തിലെ ഈ ഉജ്ജ്വലമായ ഒരു ബോധത്തെ നമ്മൾ ഏവരും മനസ്സിലാക്കാതെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരോട് ഞാൻ പറയാനുള്ളത് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ധനലക്ഷ്മി എന്ന് പറയുന്നത്, ധനലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന് അവൻ്റെ ജീവിതത്തിൽ ധനം വേണമെങ്കിൽ ഏറ്റവും ചെറിയ ടിപ്പാണ്, അവന് ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് ധനം വേണമെങ്കിൽ അയാളുടെ ഭാര്യയെ മാനിക്കണം, അയാളുടെ സഹോദരിയെ മാനിക്കണം, അയാളുടെ മകളെ മാനിക്കണം. കാരണം നവഗ്രഹങ്ങളിലെ ദോഷം, നവഗ്രഹ ദോഷം എന്ന് പറഞ്ഞ് നമ്മൾ പല പൂജകളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ വയസ്സായ അച്ഛനും അമ്മയും അപമാനിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിലെ സൂര്യനെയും ചന്ദ്രനെയുമാണ് അപമാനിക്കുന്നത്. അപ്പോൾ ഈ സൂര്യനെയും ചന്ദ്രനെയും വീട്ടിൽ ദിവസവും അവമാനിച്ചുകൊണ്ട് നിങ്ങൾ അമ്പലങ്ങളിൽ പോയിട്ട് നവഗ്രഹ ദോഷത്തിനുള്ള പൂജയും പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അതിന് ഫലം ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയണത്, മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒക്കെ വന്ദിക്കുക. ഈ സനാതന ധർമ്മത്തിൽ എല്ലാവരെയും വന്ദിക്കുക, സകല ചരാചരങ്ങളെയും വന്ദിക്കുക. എല്ലാ ചരാചരത്തിലും നമ്മൾ ഭഗവാനെ കാണുകയാണ്. അങ്ങനെ ഒരു മഹത്തായ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. നമ്മളൊരു വ്യക്തിയോ ഒരു പൂച്ചയോ ഒരു പട്ടിയോ ചവിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ നമസ്കാരം ചെയ്യണം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ആത്മാവാണ് അല്ലേ. ആ ആത്മാവിനെ നമ്മൾ മനസ്സാ സ്മരിക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് പട്ടിയെ പൂച്ചയെ ഒന്നും നിങ്ങൾ കടന്നു വയ്ക്കാൻ പാടില്ല. നമ്മൾ സനാതന ധർമ്മത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ പറയുമല്ലേ, ഇവൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ദൂരെ മാനത്ത് ആകാശത്ത് നിങ്ങൾക്ക് ഇന്നത്തെ പേരിൽ നിങ്ങൾക്ക് ഒരു നക്ഷത്രമുണ്ട്, കൂടാതെ നിങ്ങളുടെ പേരിലെ ഒരു മരമുണ്ട്, കൂടാതെ നിങ്ങളുടെ പേരിൽ ഒരു മൃഗമുണ്ട്, നിങ്ങളുടെ പേരിൽ ഒരു പക്ഷിയുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ചരാചരങ്ങളിലും ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ അതിലുള്ള ഭക്തി ആദരങ്ങളോടെ അവരെ സ്മരിക്കുമ്പോൾ നമ്മൾ ഈ ചരാചരങ്ങളിലെ പൂജിക്കുന്നുണ്ട്. അതിലുള്ള ഒരു വലിയ യജ്ഞമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യജ്ഞത്തിലും ഭൂതയജ്ഞത്തിലും നമ്മൾ പങ്കാളികളാകുകയാണ്. അറിയാതെ നമ്മൾ ഈ മഹത്തായ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ പരമ്പരകളിൽ നമ്മുടെ പിതാമഹന്മാർ നമ്മോട് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ, പുരോഗമനം എന്ന കാര്യം ഒന്നൊരു വാക്ക് കേട്ടുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ സ്മരിക്കുകയാണ്. നമ്മുടെ ഏതൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്ന മാറ്റങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഹിതത്തിനായിട്ടല്ല ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അത് അഹങ്കാരമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഭേദമല്ലേ അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം.
സഹോദരി, ഭർത്താവിൻ്റെ സഹോദരി വീട്ടിൽ വരികയാണെങ്കിൽ ആ സഹോദരിയെ പണ്ടത്തെ കാലത്ത് നല്ലപോലെ ഭയങ്കരമായിട്ട് അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായി. അറിയാതെ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശുക്രനെയാണ് നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ ആ ശുക്രൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നത്. കാരണം സഹോദരി വന്നിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശുക്രനെയാണ്, നിങ്ങൾ ലൈഫിലെ ശുക്രൻ ദശ നിങ്ങൾക്ക് നന്നായി വരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഭാര്യമാരെ, മകളെ പലരും, ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ വല്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നവരും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മകളും നിങ്ങളുടെ ലക്ഷ്മിയാണ്, ഭാര്യയും നിങ്ങളുടെ ലക്ഷ്മിയാണ്. ഭാര്യയ്ക്ക് നിങ്ങൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ ഒരു പൂവോ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ചോക്ലേറ്റ് എങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെല്ലെ 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 നിങ്ങൾക്ക് വലുതായി വരും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട് അവർ മുട്ടായി കൊണ്ട് കൊടുത്താൽ എനിക്ക് നാളെ തൊട്ട് കാശ് അടിക്കും, ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് മെല്ലെ മെല്ലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിക്കുക അല്ല വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്ത് അത് സമർപ്പണ ബോധത്തോടെ ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ ഭഗവാന് ചെയ്യുന്ന പൂജയായി കണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിന് അനുഭവസ്ഥർ ഒരുപാടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് രാമായണ മാസം. രാമായണ മാസത്തിൽ നിങ്ങൾ ഏവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഴിയുന്നവരൊക്കെ നിങ്ങളെ വീടുകളിൽ രാമായണ പാരായണം ചെയ്യുക. രാമായണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന അശുഭങ്ങൾ മാറിപ്പോകും എന്നാണ് പറയുന്നത്. കാരണം രാമായണ പാരായണം എവിടെ ചെയ്യുകയാണെങ്കിലും അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തിയും രാമായണ മാസത്തിൽ നിങ്ങൾക്ക് കുടുംബയോഗങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ വീടുകളിലും നിങ്ങൾ രാമായണ പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് നിങ്ങൾ കഴിയുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾക്ക് അന്നദാനത്തിൻ്റെ ഫലമാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അത് ഒന്നാമത് കർക്കിടക മാസമല്ലേ, കർക്കിടക മാസം ദാനം ചെയ്യുന്നത്, അന്നം ദാനം ചെയ്യുന്നത് പുണ്യം എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ അന്നദാനം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. കാരണം ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ വലിയ വലിയ കാര്യങ്ങളായി മാറുന്നത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളത് ഇത് ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ചെയ്തിട്ട് എന്താ എന്ന് ചിന്തിക്കാതെ അതിനുള്ള നന്മ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ആദ്യം നന്മ കാണുക. അപ്പോഴാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരിക. നമ്മളെല്ലാം മനുഷ്യജന്മങ്ങളാണ്. സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, വേദനയുണ്ട്, വിരഹമുണ്ട്. ഇതൊക്കെ നമ്മൾ ഭഗവാൻ കൃഷ്ണനിലും കാണുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും നമുക്ക് ആ ഒരു ഓടിക്കളിക്കണ കണ്ണനെ കാണുമ്പോൾ നമ്മൾ കണ്ണാ എന്നല്ലേ വിളിക്കുന്നത്. പാല് കാണുമ്പോൾ, അത് നമ്മൾ വെണ്ണ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഭഗവാനെ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വലുതാവുമ്പോൾ അപ്പോൾ രാധയും കൃഷ്ണൻ്റെയും ഭാവം വരുമ്പോൾ നമ്മളെ ഈ പ്രണയത്തിന്, നന്മയുള്ള പ്രണയത്തിന് തന്നെ ഇപ്രായം ഞാൻ പറയണം. കാരണം ഇന്നത്തെ പ്രണയത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. ഇതല്ലാതെ നന്മയുള്ള പ്രണയത്തിനെ പ്രണയമായി കാണുന്നത്, സത്യസന്ധമായ പ്രണയമായി കാണുന്നത് രാധയും കൃഷ്ണനിൽ കൂടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭാര്യ പത്നി സമേതാണ് രുക്മിണി സത്യഭാമയുടെ ഒരു വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ സുഹൃത് ബന്ധം ഇങ്ങനെ ശക്തമായിരിക്കണം എന്ന് പറയുന്നത് അർജുനനും കൃഷ്ണനുമാണ്. കാരണം കൃഷ്ണൻ എന്തു തന്നെ പറഞ്ഞാലും അർജുനൻ ഒരിക്കലും എതിർക്കാറില്ല. ഡിപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ ഇന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട വാക്കാണ് ഡിപ്രഷനായിട്ട് ഓരോ പേർക്ക് അതായി ഇതായി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് കാലത്ത് ഡിപ്രഷനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിൽ കൂടെ.
നിങ്ങൾ ആ ഭഗവത്ഗീതയിൽ കാണുമ്പോൾ കൃഷ്ണൻ്റെ ഒരു കുനിഞ്ഞ കൃഷ്ണൻ നമ്മുടെ അർജുനൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അർജുനൻ തളർന്ന് ഇങ്ങനെ നിൽക്കുന്ന അർജുനനെ കുനിഞ്ഞു നിന്ന് കൃഷ്ണ ഭഗവാൻ ഉയർത്തി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജീവിതത്തിൽ മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കലും തളരാൻ പാടില്ല. നമുക്ക് അവസാന ശ്വാസം വരേക്കും നാം പൊരുതിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളായാലും നേടിയതുമൊക്കെ നമ്മുടെ ഊർജം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യജന്മത്തിൽ നമ്മൾ പ്രതിസന്ധികളെ വെല്ലുവിളികളെ നേരിടുന്നത് നമ്മുടെ ഓരോ സനാതന ധർമ്മത്തിലെയും സ്ത്രീ നാരീ രത്നങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക സീതാമാതാവിനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര പൊന്നു പോലെ വളർത്തിയ ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു സമയത്ത് നിന്ന് അമ്മ വെറും തപം ചെയ്ത് രാമ 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 എന്ന തപം ചെയ്ത് അത്രയും കൊടുകൂടനായ രാവണനെ കൊന്ന് ഭഗവാൻ സീതാമാതാവിനെ രക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കഥകളായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരും നമ്മുടെ സനാതനധർമ്മ വിശ്വസിന്റെ അമൂല്യമായ രത്നങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇവരെയൊക്കെ കൊണ്ടുവരിക. ഈ രാമായണം മഹാഭാരതം എന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതിലുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ മനുഷ്യ മനസ്സിലെ മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഭവം വികലപ്പെടുത്താതെ ഇതിൽ മിത്തെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് എതിർത്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ആദ്യം നാം സ്വയം ബോധിപ്പിക്കുക, എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമസ്യ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊക്കെ ഉത്തരം ഈ രാമായണം മഹാഭാരതത്തിൽ കൂടെ ഉണ്ടായിരിക്കും എന്ന് എനിക്കനുഭവം ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഏവരും ഇതിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസം അടിയുറച്ചതാകട്ടെ. അതിലൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും നന്മയുണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ജയ ശ്രീകൃഷ്ണ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടെ ഞാൻ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് ഞാൻ ഇവരോടൊക്കെ നന്ദി പറയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ ശ്രീകൃഷ്ണ. അധ്യക്ഷൻ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നത് നമ്മളുടെ കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളുടെ ഞാനുമായിട്ട് അവരുടെ പിതാവും എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അതേപോലെ തന്നെ എല്ലാ രീതിയിൽ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് എന്നോട് പെരുമാറിയിരുന്നത്. നമ്മളുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും നമ്മളുടേതായ ആ നല്ല കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ വേദി ധന്യമാക്കി തന്നതിൽ ആദ്യമായി അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തായി മനോഹരമായ ഒരു ആധ്യാത്മിക വിഷയത്തെ പല കഥകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തെ ഊന്നിക്കൊണ്ട് അതിൽ നമ്മളുടെ പുരാണത്തിലെ കഥാപാത്രങ്ങളെ ഒക്കെ അണിനിരത്തിക്കൊണ്ട് നല്ല ഒരു പ്രഭാഷണം നൽകിയ സീനാ മാന്യത്തിന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ വാർഡ് മെമ്പർ അശ്വതി, അതേപോലെ തന്നെ വേദിയിലുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അതിൻ്റെ കോപ്പി കൗണ്ടറിൽ നിന്നും കിട്ടുന്നതാണ്. 50 രൂപ വിലയുള്ളൂ. ചെറിയൊരു പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും അത് സ്വീകരിക്കണം. കാരണം നീളാമംഗലപുരത്തിൻ്റെ ചരിത്രം നമ്മുടെ ഈ സുവനീറിലുണ്ട്. പഴയകാല ക്ഷേത്രം
അതിനോട് ചേർന്നുള്ള കുറച്ച് ഉപന്യാസനങ്ങൾ, കഥകൾ, കവിതകൾ എല്ലാമുണ്ട്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും കൗണ്ടറിൽ നിന്ന് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കഥാപാത്രമാണ്. നാടകമാകുമ്പോൾ ഇങ്ങനെയല്ല, വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് അത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. നാടകത്തിൽ 2 കണ്ണുകളാണ് ഉണ്ടാവുക. ഒന്ന് നടൻ്റെയോ നടിയുടേതും, 2 പ്രേക്ഷകൻ്റെതുമാണ്. ഇപ്പം ഇവിടെ വേദിയിൽ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ 2ാമത്തെ കണ്ണ് പ്രേക്ഷകരാണ്. ഒരാൾ മാത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പൂർണ്ണമായ സഹകരണം ഈ നാടകത്തിന് ആവശ്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സമയം 9:30. ഇത്തരം നാടകങ്ങൾ പൊതുവെ ഒരു 7:30-ക്കും 8:30-ക്കും ഇടയിലാണ്
ശരിക്കും ആസ്വാദ്യകരമാവുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രേഷ്മ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ തിരുവാതിര, കൈകൊട്ടിക്കളി, ഇങ്ങനെ പല വിധത്തിലുള്ള തിരക്കുകളിലായിരുന്നു. വേദിയിൽ ഞാൻ നാടകം മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. ഇവിടെയുള്ളവർക്ക് അറിയുമെന്നറിയില്ല. 25 വർഷമായിട്ട് നാടകത്തിലും 3-4 സിനിമകളിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് റിഹേഴ്സലാണ്. നമ്മൾ 110% റിഹേഴ്സൽ ചെയ്താലാണ് 60% വേദിയിൽ കിട്ടും എന്ന് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത് പ്രകാരം ഒരു കല, ഇത് ഒരു ഏകപാത്ര നാടക മത്സരം നടക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളൊരു നാടകമാണ്. അവിടെ പോവുകയും അവിടെ അന്ന് ഏകദേശം 6 നാടകങ്ങളുണ്ടായിരുന്നു. അതിൽ 1ാം സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരു മികച്ച നാടകമായിരുന്നു. അപ്പം ഇവിടെ ഈ നാടകം സമർപ്പിക്കുക എന്ന രീതിയിലാണ്, കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന രീതിയിലാണ് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് ഒരു 40 മിനിറ്റുള്ള നാടകമാണ്. ഞാനതിവിടെ ചുരുക്കിയ ഏകദേശം ഒരു 20 മിനിറ്റിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി സ്റ്റേജിൽ എത്തുന്നത് വരെ ഉണ്ടാവുന്ന ഒരാവലാതി, വേവലാതി ഒക്കെ ഉണ്ട്. ഇന്നലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സാങ്കേതികമായിട്ട്, കാരണം ഇന്നലെ മാനസികമായിട്ട് തയ്യാറായി. അതിനുവേണ്ടി ഞാനും നല്ല എൻ്റെ ജോലിയുടെ ടൈമൊക്കെ ക്രമീകരിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇന്നലെ മഴ ഒക്കെയുള്ള പ്രശ്നം കൊണ്ട് ആ വിധത്തിലായതാണ്. അതുകൊണ്ട് നാടകത്തിൻ്റെ പേര് ശീലം എന്നതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥയാണ്. അത് കണ്ടുകൊണ്ട്, കാരണം ശ്രദ്ധയോടെ ഇരിക്കുക, കാരണം ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശബ്ദം അതിൻ്റെ ആ രീതിയിൽ, നാടകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള സൗണ്ടിൻ്റെ കുറ്റമല്ല പറയുന്നത്, നമ്മളുടെ അടുത്തുള്ള സാമഗ്രികൾ അതിനോട് ചേരുന്നതില്ല. അതിന് പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ഒരു നാടകം മാത്രമായതുകൊണ്ട് അത് ആവശ്യപ്പെടാതുകൊണ്ടാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇതിലുള്ള ഓരോ ഡയലോഗുകളും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയാണെങ്കിൽ ഈ നാടകം നിങ്ങൾക്ക് മനസ്സിലാകും. നാടകം ശീലം, രചന സംവിധാനം അനിൽ കെ നിള, ഇതിൻ്റെ പിന്നണിയിൽ സുധി പാത്തിക്കർ, പവി കൊയ്യോട്, സുധീപ് പാനൂര്, ജയജീവൻ പാനൂര്, ഇങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊന്നും ഇന്ന് സ്ഥലത്തില്ല. അവരൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നാടകത്തിലേക്ക് പോവുകയാണ്. ഒരു കയ്യടി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ പ്രണയം അശ്ലീലമാകുന്ന വർത്തമാനകാല പ്രണയത്തിൽ ഒരു രംഗാവിഷ്കാരം, നാട്, ശീലം, അവതരണം, നിള തിയേറ്റേഴ്സ്. ആൾക്കാർ വെച്ച് എന്തോ വലിയ നെല്ലിയതാ. പോലീസ് വന്ന് തുറന്നു നോക്കിയപ്പോഴും പെണ്ണിന് കുത്തിയെടുത്ത് ശരീര അടവന ഞാന എനിക്കൊന്ന് പറ്റിയ നീ എന്നോട് എത്തിയ എനിക്ക് നമ്മൾക്ക്
പെൺകുട്ടിയല്ലേ, ഇവളെങ്ങനെ എഴുതിയെത്തിയ മോളെ? അങ്ങോട്ടേക്ക് നീങ്ങണ്ട. പ്രേമം അത് തലക്ക് പിടിച്ച പിന്നെ കണ്ണും ചെവിയും തുല്യാലോ. വീട്ടുകാരെ നിക്കരിച്ച് വേണ്ടാതിനെ കാണിച്ചാലേ ഇങ്ങനെ ഇരിക്കും മോളെ. ആഗ്രഹവും കൊതിയും രണ്ടും രണ്ടാ. കൊതി മൂത്ത് മൂത്താ ഇങ്ങനെയൊക്കെ ഒരമണ്ണടിച്ച് വന്നതാ. വെളിച്ച് ചാടിയത് മുഴുവൻ വെളിച്ച് ചാറ്റുന്നു. വെളിച്ച് കൊഴുത്ത് ചാടുക. പെണ്ണിന് നിറവയനാണല്ലോ. മോളെ ആർത്തിങ്ങോട്ടെനിക്ക് ആടെ കേൾക്കണ്ടോ? ആടെയാമോ ഒരു നായ്ക്കൊക്കൊത്തൂല്ല. ഇത് പോച്ചോ. നേരം വെളുക്കേ അത്ര സമയമുള്ളൂ. നേരം വെളുത്താൽ കിട്ടുന്ന വണ്ടിക്കെടുത്ത് പോയിക്കോളും. ഞാൻ അവിടെ ഉണ്ടാവും. അതെന്താ വേണ്ടേ? ഒരു നരക്കലും മുളയും. പെണ്ണിന് പേറ്റ് പോയി തുടങ്ങിയത് തോന്നുന്നു. ഇനി ഞാനിടുന്നത് ശരിയാവില്ല. ഇനി ഞാനിടുന്നാല് ഈടെ ഈറ്റും പറഞ്ഞ ഞാൻ വെറുക്കേണ്ടി വരും. ഭാരതിക്ക് പൊല്ലാപ്പനൊന്നും ആവൂല. ഭാരതിക്ക് പേടോളം കിട്ടിയതാ. നല്ല രസമുണ്ടല്ലേ? കണ്ട് രസിക്കാൻ നല്ല രസം. എന്നാലേ നിങ്ങളെ അങ്ങനെ കണ്ട് സൂയിക്കണ്ട. പിഴച്ചിട്ടായാലും പേറ്റുനോ പെണ്ണിന്റെ സ്വകാര്യ അഹങ്കാര. ഞാനിത് അവിടെ നീക്കും കാണാം. പെൺകുഞ്ഞ
ആശ ഏറ്റവും ജീവിതം നനഞ്ഞ വിളക്കുകൾ പൊളിഞ്ഞ് കത്തുന്ന പോലെയാണ്. ഒരു പെണ്ണായി ജീവിക്കാൻ കാലമിനിയും ഒരുപാട് ഉരുളണം. ജനങ്ങൾ വീർത്ത് നീങ്ങി പെരുകുന്ന ഈ പെരുവഴി ഇനി നിന്റെ അമ്മക്ക് തനിച്ച് നടക്കാനാവില്ല. നാട്ടു നടപ്പ് തെറ്റിച്ചത് നീയല്ല, അമ്മയുമല്ല. പിന്നെ നിങ്ങൾ എന്തിനു ശിക്ഷിക്കപ്പെടണം? നിനക്ക് ഉറപ്പുള്ളൊരു അഭ്യസ്ഥാനം. മോളെ എഴുന്നേക്ക്. കൊല്ലലല്ല, വളർത്തലാണ് പരിഹാരം. താങ്ങാനായിട്ടെന്നുള്ള തോന്നലുണ്ടായ പിന്നെ ഇങ്ങോട്ടെടുക്കാൻ കുറച്ച് പ്രയാസം. അതുകൊണ്ട് മോള് കുഞ്ഞിനെ പോലെ കൊടുക്കുക. വീട്ടിലേക്ക് പോയിക്കോ. വേവുന്ന മനസ്സുമായി നീറ് നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പോയിക്കോ. മോളെ നിക്ക്, കുറച്ച് കഴിഞ്ഞ് പോവാം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കുറച്ച് വിശ്രമിച്ച് പോയിക്കോ. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊറോണ ജീവിതം ജീവിച്ചു തീർക്കുമ്പോ ഇതുപോലെ കൊറോണ വഴിയിൽ വീണ് പോകുന്നുണ്ട്. എന്തെങ്കിലും ആക്ക്. അങ്ങനെ ഒരു ശീലമുണ്ടല്ലേ ഇങ്ങനെ വയറ്റിപ്പഴുപ്പ് മാറുന്നു. സുമിത്ര ഇങ്ങനെ വിടുവാ. സുമിത്ര അതല്ല വാ, ഇങ്ങനെ വേഗം വാ സുമിത്ര. ചോട്ടില് ഒരു പെണ്ണ് ചോര ഏൽപ്പിച്ച് കിടക്കുന്നു സുമിത്ര. സുമിത്ര ഞാനീ വിളിക്കുന്നേ പോലീസിനാ. സുമിത്ര നീ പോലീസിനെ വിളിക്കണേ. ഇത് കാര്യം പറയാ. പോലീസ് പൊക്കളെ കൊല്ലപ്പ് പിടിച്ച പണിയാ. ഇനി ഞാൻ പറഞ്ഞു പോലീസിന് തിരിയൂല. വേണ്ടാ അല്ലേ, നീ ഒരു കാര്യം ചെയ്യ്. നീ എന്നെ വേർത്ത് വിളിച്ചോളെ. നോക്കിക്കോളും, നോക്കിക്കോളും.
എഴുതിക്കാർക്ക് ഹൈറ്റുകൾ പോലെ അടുപ്പ് വേണമെന്ന്. ആരാലും വെല്ലിങ്ങനെ കുതിര കയറണം. ഇതിന്റെ ഇങ്ങോട്ട് പൊളിപ്പ് തീർന്നു എന്നിട്ടു ഷീറ്റിനൊക്കെ നിർത്തിയതല്ല. ഇത് പൊലച്ചക്കാട് പൈപ്പിൻ ചോട്ടിൽ നടന്ന കാര്യ ആ പെണ്ണിന്റെ. ഞാൻ കണ്ടതല്ലേ, ഇങ്ങക്ക് കേൾക്കണം. ഞാൻ സുമിത്രനെ വിളിച്ചു, സുമിത്ര മേഡത്തെ വിളിച്ചു, മേഡം പോലീസിനെ വിളിച്ചു. പിന്നെ ആടെ ഒരു പടയല്ലേ, പേരും പട. പഠിക്കണട്ടാ അവിടെ തന്നെ കുത്തിയിരുന്നോ കയറിയാന്നേ. ഇത് നിങ്ങളുടെ വീട്ടിലെ കയറുന്നേ നോക്കണേ. ഇങ്ങക്ക് ഇത് ദിവസമായിട്ട് തോന്നും. ഒന്നതല്ലേ ആത്മഹത്യ, ഇതല്ലേ നിങ്ങൾ പറയാൻ പോത്. എന്നാല് ഇത് രണ്ടുമല്ല നടന്നത്. എന്റെ ശരീരപ്പോ ഇല്ലത്ത് കൊണ്ടുവരുന്ന പറഞ്ഞത് കണ്ട് ഞാനൊന്ന് പോയിട്ട് വരുന്ന. എന്തായാലും ഇങ്ങക്ക് പേടിയ കൊല്ലായി എന്ന് പറയലും കറിയായി. പാർവതിക്കിപ്പോ പോയെടുക്കാൻ പറ്റില്ല. രാഘവ ഇതെല്ലാം ഇവിടെ വെക്കുന്നില്ല, ഞാൻ പിന്നെ വന്നെടുത്തോളാം. കുഞ്ഞിനെ പഠിക്കൽ വെച്ച് പുറത്തേക്ക് പോയി കാലങ്ങളായിട്ട് ഈ ഇല്ലത്തൊപ്പം ചോറിന്ന് വളർന്നതാ പാർവതിയും പാർവതിയുടെ കുടുംബം. ചോറിന് നന്ദി കളിച്ചിട്ട് പാർവതി അന്നല്ലോ ആത്തോലമ്മനോട് വിളിച്ച് പറഞ്ഞതാ. അന്ന് പാർവതി പോയി പറഞ്ഞാന്ന് പറഞ്ഞു. പാർവതിനെ പഠിക്ക് പുറത്താക്കി. അന്ന് മുതല് പാർവതി തരുവില. പാർവതി കണ്ട കാര്യം പറയും, അത് കണ്ടൂടായിട്ട് പറയുന്നല്ല, അതാ ശീലം. പിന്നെങ്ങനെയാണോ പറയാണ്ടിരിക്കുക. പ്രേമത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പത്തെ പിള്ളേർക്കും കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാ. അച്ഛന്റെ അമ്മേന്റെ വേവുന്ന മനസ്സ് ഈറ്റുകളെ കാണുന്നില്ല. കഷ്ണം കയറുന്നോ കൊടുത്തോ കഴിഞ്ഞോ കഴിയൂല. പെണ്ണിനെ പറ്റിയാമോ പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആത്തോലമേ മടിക്കൊക്കെ എടുത്ത് കരുത ആ കുഞ്ഞെ പോയെടുക്ക്. ഇത്ര നേരം അലറിക്കടഞ്ഞ കുഞ്ഞ് അമ്മമ്മേന്റെ നെഞ്ഞത്ത് കിടന്നപ്പോ അടങ്ങി കിടക്കുന്ന കണ്ട പറഞ്ഞേ ചോരയും തിരിച്ചറിയുന്നു. ആ പെണ്ണ് പിഴച്ചിട്ടൊന്നുമില്ലടോ, പിഴച്ചത് ഞമ്മക്കല്ലേ. ആ പെണ്ണ് ഒരുത്തരെ പ്രേമിച്ച് പ്രേമം കളിച്ച് കളി കാര്യായി ഓനോളെ കഴിക്കാന്ന് പറയാം. പക്ഷെ നിങ്ങൾ നാട്ടുകാരെ സമ്മതിച്ച ആ കുഞ്ഞെത്തിയത് എത്തേണ്ട അടുത്ത് തന്നെയാ. ഈ ആ കുഞ്ഞ് ഇവിടെ വളരട്ടെ. എന്താ അതിന് സമ്മതിക്കൂടെ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
സമുദായക്കാരന്റെ മേൽവിലാസം വേണ്ട. കുഞ്ഞിന് ഇരിക്കപ്പിണ്ടമായ ചോറുകൾക്ക് പകരം എനിക്ക് നിങ്ങളെ കൊണ്ട് തീറ്റിപ്പോയത് എച്ചിപ്പുര കഴിയ ഈ ചൂലടിയാ. സമുദായക്കാരന്റെ നിയമവാഴ്ചയെ പിടിച്ച് സ്വന്തം മകളെ ഈ അമ്മ പണി ഇറക്കി. എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ഒരു സമുദായക്കാരനെ മേൽവിലാസം വേണ്ട. ഈ കുഞ്ഞിന് ആ തലമേ കാലത്തിന്റെ നേർക്കുള്ള ഒരു കണ്ണാടിയായി വളർത്ത് നാളെയുടെ ഈ വിത്ത് പുഷ്പത്തെ. ആരാണെന്ന് സംശയിച്ചു നിൽക്കുന്ന ഈ ആൾക്കൂട്ടത്തോട് ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, മതവും നോക്കാതെ ആളും പെണ്ണും മനസ്സറിഞ്ഞ് പൊരുത്തം നോക്കി മംഗല്യം ചെന്നണിയുന്ന സമത്വസുന്ദര ലോകം സ്വപ്നം കണ്ട് ഒരു വിലക്ക് ലംഘിച്ച് പ്രീതമൻ വെച്ച് നീട്ടിയ സ്നേഹജീവിതം തള്ളിക്കളഞ്ഞ് ത്യാഗം ചെയ്ത അങ്ങേമാ ഇന്ത്യയൊക്കെ ജീവിതം ഒന്നും നേടിക്കൊടുത്തിട്ടില്ല എന്നതാണ്. അല്ലെങ്കിലും അതങ്ങനെ വരും. കഥയിലും കവിതയിലും സിനിമയിലും ഒക്കെ പ്രണയം ആവോളം ആസ്വദിക്കാം. പക്ഷെ യഥാർത്ഥ ജീവിതത്തിലാവോ ജാതി, മതം, പണം, പത്രാസ് എന്തൊക്കെയാ? മാറണ്ടേ നമുക്ക്? വേണ്ടേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി.
ഒഴുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഗുരുവായൂരപ്പാ നിൻ മുന്നിൽ ഞാൻ ഒരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വന്നനെ ഗുരുവായൂരമ്പ നടയിൽ. രാജീവലോചൻ എന്റെ കണ്ണൻ അമ്പാടിപ്പൂനില എന്റെ കണ്ണൻ മണിമുരളികളുടെ എന്റെ മുന്നിൽ വന്നു നീ പോയി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വന്നനെ ഗുരുവായൂരമ്പ നടയിൽ. ചൂടിയോ വനമാല ചാത്തിയോ ഗോപനന്ദനൻ മായ കാത്തി നിന്നവോ കൃഷ്ണരാധയായി ഇന്നെന്റെ മാനസം നിന്റെ പാദരേണു ധന്യയായി ഞാൻ. വൃന്ദാവനത്തിലും യമുനാ കടത്തിലും രസരാസലാസ്യമാടി വൻ രാധയല്ലേ ഞാൻ, പ്രിയരാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വന്നനെ ഗുരുവായൂരമ്പല നടയിൽ. ശിവരാജന എന്റെ കണ്ണൻ അമ്പാടിപ്പൂനില എന്റെ കണ്ണൻ മണിമുരളികയോടെ എന്റെ മുന്നിൽ വന്നു നീ പോയി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വന്നനെ ഗുരുവായൂരമ്പല നടയിൽ. താങ്ക് യു. സമ്പാദ്യം തന്നാലും പെണ്ണെ നിന്നെ പിരിയില്ല ഞാൻ. കണ്ണയൻ കൺമണിയേ എന്നും എൻ്റെ ജീവനാണു നീ. പെണ്ണയൻ പൊന്മലരേ കരളിൽ നിധിയാണു നീ. എൻ്റെ കരളിൽ നിധിയാണു നീ. കല്ലായി പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ. പണവും പ്രതാപവും നിറവുമില്ലാത്ത എന്നെ പലരും പരിഹാസവാക്കിനാൽ തളർത്തോരെന്നെ. പണവും പ്രതാപവും നിറവുമില്ലാത്ത എന്നെ പലരും പരിഹാസവാക്കിനാൽ തളർത്തോരെന്നെ. നെഞ്ചോടു ചേർത്തു നീ സൗഭാഗ്യപൂത്തന്നു നീ എന്നെ സ്നേഹ
സ്നേഹത്തിൻ തേരിലേറ്റി നീ കല്ലായി പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ. കടലൊരക്കുടിലിൽ കഴിയുന്നോരി എന്നെ കടലിന് തോണിയുമായി തളർന്നെത്തുമെന്തേ. കടലൊരക്കുടിലിൽ കഴിയുന്നോരി എന്നെ കടലിന് തോണിയുമായി തളർന്നെത്തുമെന്തേ. കനവുകൾ നീ അറിഞ്ഞോ എന്നിലെ ഗായകനെ ഉണർത്തി എന്നെ നീ നായകനായി മാറ്റി. കല്ലായി പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ. വേദികൾ പലതും ഞാൻ മാറി മാറി തിളങ്ങുമ്പോൾ പലവിധ സൗഭാഗ്യം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ. വേദികൾ പലതും ഞാൻ മാറി മാറി തിളങ്ങുമ്പോൾ പലവിധ സൗഭാഗ്യം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ. പെണ്ണെ ഞാൻ കൊതിക്കുകയില്ല നീയില്ലാതെ വേറൊരു ജീവിതമില്ല. നീയില്ലാതെ മണ്ണിൽ ഈ ജന്മം ഞാനില്ല. കല്ലായി പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ. അറബിക്കടലോളം സമ്പാദ്യം തന്നാലും പെണ്ണെ നിന്നെ തിരിയില്ല ഞാൻ.